എന്റെ പൊന്നു ചേച്ചി ഒന്ന് വിഷമിച്ചിരിക്കാതെ. എങ്ങനെ വിഷമിക്കാതിരിക്കൂടാ? കഴിഞ്ഞ വർഷം ഓണത്തിന് എന്തൊക്കെയായിരുന്നു ഈ സമയത്ത്? സുന്ദരിക്ക് പൊട്ടുതൊടിയില് ഫസ്റ്റ് പ്രൈസ് ബസന്തി സോപ്പ് സ്പോൺസേഡ് ബൈ കൊട്ടാരത്തിൽ മാലതി തമ്പുരാട്ടി. അത് മാത്രമല്ല 30 കിലോമീറ്റർ ഓട്ട മത്സരം, 1ാം സമ്മാനം സ്റ്റീൽ ഗ്ലാസ് സ്പോൺസർഡ് ബൈ കൊട്ടാരത്തിൽ മാലതി തമ്പുരാട്ടി. അത് പറഞ്ഞിട്ട് കമുകി കയറ്റം, ചാക്കി കയറ്റം, ബിസ്ക്കറ്റ് കടി, തവളച്ചാട്ടം. ചേച്ചി ചാടിയാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അതല്ല, എവിടെ തന്നെ മൈക്ക് സെറ്റ് വെച്ചിട്ടും അവിടെ എല്ലാം മുഴങ്ങിക്കേട്ട ഒറ്റ ശബ്ദമല്ലായിരുന്ന കൊട്ടാരത്തിൽ മാലതി തമ്പുരാട്ടി, കൊട്ടാരത്തിൽ മാലതി തമ്പുരാട്ടി, കൊട്ടാരത്തിൽ മാലതി തമ്പുരാട്ടി. ആ മുഴക്ക കേൾക്കാതെ എന്തൊരു സുഖമായിരുന്നറിയാം. പിന്നെ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഈ നാട്ടിൽ ഒരു പട്ടിയുടെ വിലയുള്ളൂ. വെറും പട്ടിയല്ല, ഒരുമാതിരി ചാവാലി പട്ടി. ഒരവസരം കിട്ടിയപ്പോ അങ്ങ് കേറുകയാണല്ലേ? അതല്ല ചേച്ചി ഞാൻ ഉദ്ദേശിച്ചത്, ചേച്ചി ഈ കണ്ട ക്ലബിലും സ്കൂളിലും ഒക്കെ ഈ സോപ്പും ചീപ്പും കണ്ണാടിയൊക്കെ സ്പോൺസർ ചെയ്ത് നിർത്തിയിട്ട് നല്ലൊരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങ്. എടാ, യൂട്യൂബ് ചാനലൊക്കെ ക്ലിക്ക് ആവോ? ക്ലിക്ക് ആവും. ഈ ലോകത്തുള്ള എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന മൊബൈൽ തുറന്ന് യൂട്യൂബ് എടുക്കുമ്പോഴേക്കും അതിൽ കാണിക്കുന്ന പേരെന്തോന്ന്? കൊട്ടാരത്തിൽ മാലതി തമ്പുരാട്ടി പ്രസൻസ്, കൊട്ടാരത്തിൽ മാലതി തമ്പുരാട്ടി പ്രസൻസ്. കേൾക്കാൻ തന്നെ ഒരു സുഖമല്ലേ? അതൊക്കെ കൊള്ളാം. പിന്നെ ചേച്ചി, എന്റെ കൂട്ടുകാർ ഇതുപോലെ ഒരു ചാനൽ തുടങ്ങിയായിരുന്നു. പിന്നെ അവന്റെ നാള് വെച്ചാണ് അവൻ ചാനലിന് പേരിട്ടത്. നാളോ? അതെന്തുവാ ചേച്ചി? അത്തം ക്രിയേഷൻസ്. അത്തമായിരുന്നല്ലോ അവന്റെ നാള്. എന്നാ എന്റെ ഭർത്താവിന്റെ നാള് വെച്ച് എനിക്കും തുടങ്ങണം ഒരു യൂട്യൂബ്. അങ്ങനെ വേണം, നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ചേച്ചി, നമ്മളെ മോലാളിയുടെ നാളെന്തോന്ന്? മൂലം. ആഹാ, അടിപൊളി. മൂലം ക്രിയേഷൻസ് അടിപൊളിയായിരിക്കും. ഈ അത്തം ക്രിയേഷൻസ് ഇങ്ങനെ എഴുതി കാണിക്കുമ്പോണ്ടല്ലോ, ബാക്കിൽ ഇങ്ങനെ അത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളെടുത്തോട്ട് കറക്കൂടാ. വല്ല പ്രഭാകരൻ മൂലന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ. അതല്ല, പ്രഭാകരൻ മൂലത്തിൽ നിന്ന് വരുന്ന ആദ്യത്തെ സാധനം കിടിലായിരിക്കണം, നല്ല വൈറലാവണം. അതിപ്പോ വൈറലാവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു വഴിയുണ്ട്. നമുക്ക് കാര്യം ചെയ്താലാ? നമുക്ക് പാട്ടി കയറി പിടിച്ചാലാ? പാട്ട് അടിപൊളി അടിപൊളിയായിരിക്കും. ചേച്ചി, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഓണപ്പാട്ടി കയറി പിടിച്ചാലാ? ഓണപ്പാട്ട്. ചേച്ചി, അതിനൊരു കാര്യം, പ്രഭാകരൻ മൂലം ഇങ്ങോട്ട് വിളത് ആദ്യം ഓണപ്പാട്ടിന്റെ കേസ് പുള്ളി അടുത്ത് സംസാരിച്ചാലാ? അയ്യോ, പക്ഷെ പുള്ളിക്കാരൻ ഇവിടെ ഇല്ല, എറണാകുളം പോയേക്കോ. അയ്യോ, എന്തിന്? ഒരു റോഡ് വീലർ മേടിക്കാൻ. അത് നന്നായി. നമ്മളെ റോഡിലെ കുണ്ടും കുഴിയൊക്കെ നികത്തി അതൊന്ന് ക്ലീൻ ആക്കി നല്ല കണ്ണാടി പോലെ അങ്ങിടണം. അതെങ്ങനെ? റോഡ് റോളർ വാങ്ങിക്കാൻ പോയെന്ന് പറഞ്ഞു. എടാ മണ്ട, റോഡ് വീലർ വിലയുള്ള പട്ടി ആണ്. പക്ഷെ ഈ പട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. എന്തോന്ന്? ഒരാളുമായിട്ട് ഇണങ്ങുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവർക്ക് പിണങ്ങുമെന്തോ? നീ ചാനലിന്റെ കാര്യം പറ. ചേച്ചി, അപ്പൊ നമുക്ക് ഓണപ്പാട്ടി കയറി പിടിക്കാം. ഹലോ, ഇതിപ്പോ ആരെ കൊണ്ട് എഴുതിപ്പിക്കും? ചേച്ചിയുടെ ഫ്രണ്ട് നിൽക്കല്ലേ? ഞാൻ. നീയാ? ഓ, നേരത്തെ പോലെ കോപ്പിയടി തന്നെ? അതൊന്നുമല്ല, കോപ്പിയടി ഒന്നുമല്ല, ഇതിന്റെ സ്വന്തം പാട്ട്. കിടിലൻ പാട്ട്. എന്നാ ഞാൻ രണ്ടൂരി പാടട്ടെ. ഓണത്തിൻ മഞ്ചീര സിഞ്ചിതത്തിൽ ഒരു ഊഞ്ഞാല, ഒരു ഊഞ്ഞാല. അയ്യോ, ഒറ്റ മിനിറ്റ്. എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ ഫോണിൽ കളിച്ചോണ്ട് ചാനലിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്ക്. ചാനലിന്റെ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്ത്? എന്റെ ചേട്ടന്റെ യൂട്യൂബ് ചാനൽ ആ പട്ടി കടിച്ചു പറിച്ച്. അയ്യോ, അപ്പൊ എന്റെ മഞ്ചീര സിഞ്ചിതം ഊഞ്ഞാ